ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ ഇന്നിവിടെ ഒരു മാഞ്ഞാലി ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കുള്ള ബിരിയാണി റെസിപ്പി പോലെ ഒന്നും ആയില്ലെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഞങ്ങളുടെ സ്റ്റൈല്. നമ്മളിപ്പോൾ ഇതാ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈ കണ്ടിട്ട് ആരും പേടിക്കണ്ട, അതെൻ്റെ സ്വന്തം ചേച്ചിയുടെ കൈയാണ്. ഇനി ഈ കഴുകി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ് ഒഴിച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എൻ്റെ സൗണ്ട് കേട്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട, ചെറുതായിട്ടൊന്ന് കോൾഡ് ബാധിച്ചാണ്, മാറി വരുന്നേ ഉള്ളൂ. ഈ മാരിനേഷൻ ചെയ്ത ചിക്കൻ നമുക്കൊരു അരമണിക്കൂർ സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് കഴുകി വെക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് കുറച്ചായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളുടെ കയ്യിലുള്ള ഒരു കടായും, അതിൽ നിങ്ങൾ യൂസ് ചെയ്യണ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊഴിച്ച് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുക്കാവാൻ വേണ്ടി അടച്ചു വെക്കാം. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് വേവിച്ച് ചിക്കൻ ഒന്ന് കോരി വെക്കാം. അതിലുള്ള വെള്ളം നമ്മൾ മാറ്റി വെക്കണം. അത് ചിക്കനുള്ള മസാല ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമുണ്ട്. ഇനി നമ്മളൊരു കടായിൽ കുറച്ച് ഗീയും ഓയിലും ഒഴിച്ചിട്ട് റൈസ് ഗാർണിഷ് ചെയ്യാനുള്ള ഓണിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഓണിയൻ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ ഞങ്ങളത് ആയതിനു ശേഷമുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിനു വേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒണിയൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ നമുക്ക് റൈസിന് വേണ്ട സ്പൈസസ് ഇടാം. നമ്മൾ സ്പൈസസ് നന്നായി വഴറ്റിയതിന് ശേഷം ഗ്രീൻ ചില്ലിയും ഓണിയനും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങൾ അരിക്ക് വേണ്ട വെള്ളം ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു. ഞങ്ങളിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞങ്ങൾ 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ റൈസ് ഒന്ന് കുക്കാവണ വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഈ റൈസ് ഒന്ന് 1/4 ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് ഈ റൈസിലേക്ക് ക്യാരറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കറക്റ്റ് വേവാവുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില ഇട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചിക്കനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് നമ്മളൊരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില, ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് വഴണ്ട് സെറ്റായി വരുമ്പോൾ തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി,
പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ചിക്കൻ മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൈസും മസാലയും എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.